കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ കഥ കേൾക്കാം. പ്രാവുകളുടെ രക്ഷപ്പെടൽ. ദേ, നിങ്ങൾ ആ നദിയുടെ തീരത്ത് നിൽക്കുന്ന ഇലവുമരം കണ്ടോ? ആ നദിയുടെ പേരെന്താണെന്നറിയോ? ഗോദാവരി നദി. ആ ഗോദാവരിയുടെ തീരത്ത് നിന്നിരുന്ന ഇലവുമരത്തിൽ ധാരാളം പക്ഷികൾ താമസിച്ചിരുന്നു. അവിടെ പ്രാവുകളുണ്ടായിരുന്നു, കാക്കയുണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി പക്ഷികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം നേരം പുലർന്നു വരുന്ന സമയത്ത് ആ മരത്തിൽ താമസിച്ചിരുന്ന കാക്ക ഒരു കാഴ്ച കണ്ടു. ഒരു വേടൻ കയ്യിൽ വലയുമായിട്ട് പോകുന്നത്. കാക്ക പതുക്കെ വേടനെ പിന്തുടർന്നു പറന്നു. വേടൻ ഒരു കാടിൻ്റെ അടുത്തുള്ള സ്ഥലത്തെത്തി. തുറന്നു കിടക്കുന്ന സ്ഥലമാണേ. അവിടെ കുറേ അരിമണികൾ എടുത്ത് ഇങ്ങനെ വിതറി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ പ്രാവുകൾ അവിടേക്ക് പറന്നു വരുന്നത് കണ്ടു. അതിലൊരു അവരെ നയിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവായിട്ടുള്ള പ്രാവുമുണ്ടായിരുന്നു. അപ്പോൾ അരിമണികൾ കണ്ടപ്പോൾ പ്രാവുകൾക്ക് വളരെ സന്തോഷം. കാക്ക ഉടനെ അതിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പ്രാവുകളുടെ രാജാവിനോട് പറഞ്ഞു, ഇത്ര അരിമണി ഒരുമിച്ച് ആരുമില്ലാത്ത കാട്ടിൽ കാണുമ്പോൾ അത് സൂക്ഷിക്കണം. പക്ഷെ പ്രാവും കൂട്ടം കാക്കയുടെ വാക്ക് കേട്ടില്ല. അത് നേരെ പറന്നു ചെന്ന് അരിമണിക്കൂട്ടത്തിന് സമീപമിറങ്ങി. എന്ത് സംഭവിച്ചെന്ന് പിന്നെ പറയണ്ടല്ലോ കൂട്ടുകാരെ. പ്രാവുകളെല്ലാം സ്വാഭാവികമായിട്ടും ആ വലയിൽ പെട്ടുപോയി. കാക്ക പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ രക്ഷപ്പെടാതെ കഴിക്കരുതേന്ന്. പക്ഷെ നമുക്ക് ആഹാരം കണ്ടു കഴിയുമ്പം എന്തു പറ്റും? അങ്ങനെ രക്ഷപ്പെടാൻ പ്രയാസമാണെന്ന് പ്രാവുകൾക്ക് മനസ്സിലായി. ആദ്യം പ്രാവുകൾ എന്താ ചെയ്തിരുന്നത്? ഓരോരുത്തരായിട്ട് പൊങ്ങാൻ നോക്കി. പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല. അവസാനം അവരുടെ രാജാവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറന്ന് വലയും കൊണ്ട് പൊങ്ങാം. അങ്ങനെ അവരൊരുമിച്ച് പറക്കുകയും വലയും കൊണ്ട് പറന്നു പോവുകയും ചെയ്തു. ഇവർ പറന്നു ചെന്ന് ഇവരുടെ കൂട്ടുകാരനായ ഒരു എലിയുടെ മാളത്തിലെത്തി. തങ്ങളെ വലയറുത്ത് രക്ഷിക്കണമേ എന്ന് ആര് പറഞ്ഞു? പ്രാവുകളെല്ലാം കൂടെ എലിയോട് പറഞ്ഞു. എലി അങ്ങനെ വലയർത്തി പ്രാവുകളെല്ലാം രക്ഷിച്ചു. ഈ കഥയിൽ നിന്ന് നാം എന്തു പഠിച്ചു കൂട്ടുകാരെ? ഒരുമിച്ച് നിന്നാൽ ഏത് പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണേ, ഷെയറും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി അടുത്ത കഥയുമായിട്ട് കാണുന്നത് വരെ നന്ദി.